ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റം ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്ത് വർഗീയതയും പൗരാവകാശ ലംഘനങ്ങളും വ്യാപകമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. SYOS കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി ആമ്പല്ലൂരിൽ നടന്ന പൗരാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിന്റെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ നീക്കം മുസ്ലിങ്ങൾക്കെതിരെ മാത്രമാണെന്ന് ചിലർ കരുതുന്നു. എന്നാൽ ക്രിസ്തീയ വിശ്വാസങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ പലയിടത്തും അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. മണിപ്പൂരിൽ ഒരു വർഷമായിട്ടും അക്രമം ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ അപകടകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പൗരാവകാശങ്ങൾ നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും പൗരാവകാശങ്ങളുടെ അടിസ്ഥാനമായ ഭരണഘടന തകർക്കാൻ ആരെയും ജനങ്ങൾ അനുവദിക്കരുതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് വർഗീയത പടർത്താനും വിഭജനം ഉണ്ടാക്കാനുമാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ അജ്മീർ ദർഗയുടെ മേൽ അവകാശം ഉന്നയിച്ചിരിക്കുന്നു. ഇത്തരം ആവശ്യങ്ങൾ വിഭജനം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അതില്ലാതാക്കാൻ സഹായിക്കുന്നതാണ് 1991 ആരാധനാലയ സംരക്ഷണ നിയമം. ഈ നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കം ചെറുക്കണം. വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതും വർഗീയ ലക്ഷ്യത്തോടെയാണ്. ഇപ്പോൾ മദ്രസകളുടെ നേരെയും തിരിയുകയാണ്. കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, KK രാമചന്ദ്രൻ MLA, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി, സയ്യദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി, ഡോക്ടർ മുഹമ്മദ് ഖാസിം, TM പ്രതാപൻ, പേരോട് അബ്ദുൾ റഹ്മാൻ സക്കാഫി, വണ്ടൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി, ന്യൂനപക്ഷ കമ്മീഷൻ മെമ്പർ A സൈഫുദ്ദീൻ ഹാജി, സയ്യദ് ത്വാഹ തങ്ങൾ സക്കാഫി, SYO സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹാരി കാന്തപുരം എന്നിവർ സംസാരിച്ചു. കത്തിക്കാനും അതിൻ്റെ പേരിൽ മനുഷ്യരെ നിഷ്കരുണം കൊന്നു തള്ളാനും വർദ്ധിത വീര്യത്തോടെയാണ് സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് വരുന്നത്. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റം ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.